ഇന്ദിരയും ഷെയ്ഖ് ഹസീനയും ഏകാധിപതികളെ കാത്തിരിക്കുന്നത്. പരിധിയില്ലാത്ത അധികാരവും പരിധിയില്ലാത്ത സമ്പത്തും ഏതൊരു വ്യക്തിയെയും ഏകാധിപതിയാക്കും. തുടക്കത്തിൽ വലിയ ജനാധിപത്യവാദികൾ ആയിരുന്നവർ പോലും ഒടുവിൽ തികഞ്ഞ ഏകാധിപതികളായി മാറുന്നത് ചരിത്രത്തിൽ നാം കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ പലർക്കും തികഞ്ഞ ഏകാധിപതികളാകാനാണ് താല്പര്യമെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാവണം പലപ്പോഴും അവർ ഒരു മോഡറേറ്റ് ഏകാധിപതിയായി അഭിനയിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ലോകത്ത് ഏറ്റവും കാലം ഭരണത്തിലിരുന്ന വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും തമ്മിൽ പല കാര്യങ്ങളിലും വളരെയേറെ സാമ്യമുണ്ട്. ഒരു ഘട്ടത്തിൽ തികഞ്ഞ ഏകാധിപതിയായി മാറിയ ഇന്ദിരയ്ക്ക് എന്തുകൊണ്ട് ജീവനും കൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് രാഷ്ട്രീയ അഭയാർത്ഥിയായി പലായനം ചെയ്യേണ്ടി വന്നില്ല? ഷെയ്ഖ് ഹസീനയ്ക്ക് ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഇതുപോലെയുള്ള ഏകാധിപതികളെ കാത്തിരിക്കുന്നത് എന്താണെന്നാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത്. 1977 ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രപതനത്തെക്കുറിച്ച് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന ഗ്രന്ഥത്തിൽ പത്രപ്രവർത്തക നീർജ ചൗധരി വിശദമായി വിവരിക്കുന്നുണ്ട്. 1977 മാർച്ച് 20 കോൺഗ്രസ് തോൽക്കുകയാണെന്ന് വ്യക്തമായപ്പോൾ റായ്ബറേലിയിൽ നിന്നുള്ള വാർത്ത മോശമാണെന്ന് ധവാൻ പറഞ്ഞപ്പോൾ ഉള്ള ഇന്ദിരയുടെ ഭാവവ്യത്യാസങ്ങൾ അവർ അതേപടി വിവരിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിലെ മണ്ടത്തരം തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി അത് പിൻവലിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവായിരുന്നു അത് എന്ന് തന്നെ പറയാം. തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും നീതിപൂർവവുമായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു റായ്ബറേലിയിൽ ഇന്ദിരയുടെയും അമേഠിയിൽ സഞ്ജയ് ഗാന്ധിയുടെയും തോൽവി. ജനതാ പാർട്ടി സർക്കാർ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന് ഇന്ദിര ഭയപ്പെട്ടിരുന്നു. ആ ദിവസങ്ങളൊന്നിൽ ഇന്ദിര മകൻ രാജീവിനെ മുംബൈയിലേക്ക് പറഞ്ഞയച്ചതായി നീർജ എഴുതുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ ഒരു സ്വകാര്യ വിമാനം കിട്ടുമോ എന്ന് അന്വേഷിക്കുവാനാണ് ഇന്ദിര രാജീവിനെ വിട്ടതെന്നായിരുന്നു ഇന്റലിജൻസ് വകുപ്പിന് കിട്ടിയ വിവരം. അവർ ആ വിവരം ഉടൻ തന്നെ പ്രധാനമന്ത്രി മൊറാർജിക്ക് കൈമാറുകയുണ്ടായി. മൊറാർജി പരിഭ്രാന്തനായി ജയപ്രകാശ് നാരായണനെ വിളിച്ചു. ഇന്ദിര രാജ്യം വിടുന്നത് ജനതാ സർക്കാരിന് മോശം പേരുണ്ടാക്കുമെന്ന് മൊറാർജി ഭയപ്പെട്ടു. ജയപ്രകാശ് നാരായണനും മൊറാർജിയും ഒന്നിച്ച് ഇന്ദിരാഗാന്ധിയെ പോയി കണ്ടു. പ്രതികാര നടപടികളൊന്നും തന്നെ ഉണ്ടാവില്ലെന്നും ഇന്ദിരയ്ക്കും കുടുംബത്തിനും ഒരു ഉപദ്രവവും ഉണ്ടാവില്ലെന്നും അവർ ഉറപ്പ് കൊടുത്തു. രാഷ്ട്രത്തിൽ നിന്ന് വിരമിക്കുവാനാണ് ഉദ്ദേശമെന്നും ഒരേ ഒരു ഉറപ്പ് മാത്രമേ തനിക്ക് ആവശ്യമുള്ളൂവെന്നും അത് സഞ്ജയുടെ സുരക്ഷയാണെന്നും ഇന്ദിര പറയുകയുണ്ടായി. ഇന്ദിരാഗാന്ധി ഇന്ത്യ വിട്ടുപോയില്ല. 3 കൊല്ലത്തിനിപ്പുറം 1980 ഇതേ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തി ഇന്ദിര അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. അതാണ് ഇന്ത്യൻ ജനാധിപത്യം. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം ജയിലിൽ അടച്ചിരുന്നു. പക്ഷേ ഇന്ത്യയിൽ പ്രതിപക്ഷം ഇല്ലാതായി പോയില്ല. ജയിലിൽ കിടന്നുകൊണ്ടാണ് ജോർജ് ഫെർണാണ്ടസ് ബീഹാറിലെ മുസഫർപൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുമുള്ള ക്രമക്കേടിനും ഇന്ദിരാ ഭരണകൂടം ശ്രമിച്ചില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ വിജയം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനം ഈ പരിസരത്തിലാണ് നാം വിശകലനം ചെയ്യപ്പെടേണ്ടത്. ലോകത്ത് ഏറ്റവും കാലം ഭരണത്തിലിരുന്ന വനിതാ പ്രധാനമന്ത്രിയാണ് ഹസീന എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു. ഇക്കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിൽ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ഹസീന സർക്കാർ നൽകിയ സംഭാവനകൾ ചെറുതല്ല. 2.5 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരുവാൻ ഹസീന സർക്കാരിനായി. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 2019 7.9% ഉയർന്നു. കോവിഡിന് ശേഷം ഇത് 7.15% എത്തി. മാനവ വികസന സൂചികയിൽ ഇന്ത്യയെ ബംഗ്ലാദേശ് മറികടന്നതും ഇക്കാലത്താണ്. പക്ഷേ ഈ മുന്നേറ്റങ്ങൾക്കിടയിൽ ഹസീന കൈവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ജനാധിപത്യമായിരുന്നു. രാജ്യത്ത് നടന്ന കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും, അതായത് 2009, 2014, 2024 നടന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ടായി. പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഭരണകൂടം പ്രതിപക്ഷത്തെ ഒന്നടങ്കം വേട്ടയാടി. വിമത സ്വരങ്ങൾ ഒന്നൊന്നായി അടിച്ചമർത്തി. മറ്റൊരു വഴിയുമില്ലാതെയാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. ഹസീന പലായനം ചെയ്ത ദിവസം ധാക്കയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ കരൺ താപ്പറിനോട് സംസാരിച്ച ബാരിസ്റ്റർ അനാസ് ഹെയ്ക്ക് പറഞ്ഞത് ഇതാണ്: ഒരു ദിവസം മുമ്പാണ് താങ്കൾ എന്നെ ടെലിഫോണിൽ വിളിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ സംസാരിക്കുവാൻ എനിക്കാവില്ലായിരുന്നു. സ്വാതന്ത്ര്യം എത്രമാത്രം മധുരമാർന്നതാണെന്ന് അനസ് വ്യക്തമാക്കി. ഹസീനയുടെ പഴയ ജീവിത നാൾ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 1975 ഓഗസ്റ്റ് 15 ഹസീനയ്ക്ക് ഒരിക്കലും മറക്കാനാവില്ല. അന്നാണ് അവരുടെ പിതാവ് മുജീബുർ റഹ്മാനും മാതാവും 3 സഹോദരങ്ങളും ഉൾപ്പെടെ 18 പേർ പട്ടാളത്തിന്റെ കൊലക്കത്തിക്കിരയായത്. അർദ്ധരാത്രിയിലെ കൊലപാതകങ്ങൾ എന്ന് വിശേഷിക്കപ്പെട്ട ഈ ഹീനകൃത്യം അരങ്ങേറുമ്പോൾ ഹസീനയും സഹോദരി റഹ്മാനെയും
യൂറോപ്പിലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അന്നവർ ജീവനോടെ രക്ഷപ്പെട്ടത്. തുടർന്നങ്ങോട്ട് 6 കൊല്ലം 1981 വരെ ഹസീന ഇന്ത്യയിലായിരുന്നു. പിന്നീട് അവർ ധാക്കയിലേക്ക് തിരിച്ചുപോയി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടത്തിൻ്റെ അമരക്കാരിയുമായി മാറി. പക്ഷേ അധികാരത്തിനൊരു പ്രശ്നമുണ്ട്. ശരിക്കും കരുതലില്ലെങ്കിൽ അധികാരം കെണിയായി മാറുവാൻ അധിക സമയം വേണ്ടിവരില്ല. 49 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് മറ്റൊരു ഓഗസ്റ്റിൽ ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വന്നത് അതുകൊണ്ടാണ്. അധികാരത്തിന്റെ കെണിയിൽ അകപ്പെട്ടാൽ പിന്നെ സദാ ചൂഴ്ന്നു നിൽക്കുന്നത് അരക്ഷിതാവസ്ഥയായിരിക്കും. ഇന്ദ്രപ്രസ്ഥം ഇത്തരം അരക്ഷിതാവസ്ഥകളുടെ 100 കണക്കിന് കഥകൾ പറഞ്ഞു തരും. പിതാവ് മക്കളെയും മക്കൾ പിതാക്കന്മാരെയും വീഴ്ത്തിയ കഥകൾ. ഇടനാഴികളിൽ പതിയിരിക്കുന്ന ഒറ്റുകാർ ഉറക്കം കെടുത്തുന്ന ഭരണാധികാരികളെക്കുറിച്ച് OV വിജയൻ എഴുതിയിട്ടുണ്ട്. അധികാരത്തിന്റെ രാവണക്കോട്ടകളിൽ പകയും പ്രതികാരവും കൂടുകെട്ടിപ്പാർക്കുന്നു. ഈ കോട്ടകളിൽ വാഴുമ്പോൾ ഏറ്റവും ആദ്യം ഇല്ലാതാവുന്നത് ജനങ്ങളുമായുള്ള ബന്ധമാണ്. ജനങ്ങൾ പ്രജകളും പ്രധാനമന്ത്രി രാജാവുമാകുന്ന അവസ്ഥ. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് ഹസീനയ്ക്ക് ഏറ്റവും വിനയായത്. ബംഗ്ലാദേശിൽ ശരിക്കും ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഹസീനയ്ക്ക് രാജ്യം വിട്ടോടേണ്ടി വരില്ലായിരുന്നു. പട്ടാളത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ജീവനോടെ പുറത്തു കടന്നത്. അവരുടെ പാർട്ടിയിലെ പല മുൻനിര നേതാക്കളും ഇപ്പോൾ ജീവനോടെയില്ല. ജനാധിപത്യം ഇല്ലാതാകുമ്പോൾ അതിൻ്റെ ഇര താൻ കൂടിയായിരിക്കുമെന്ന് ഏകാധിപതികൾ പക്ഷേ ഓർക്കുന്നില്ല. രാഷ്ട്രീയമില്ലാത്ത ജനാധിപത്യവും അവകാശങ്ങളില്ലാത്ത പൗരത്വവും, ഡെമോക്രസി വിത്തൗട്ട് പൊളിറ്റിക്സ് ആൻഡ് സിറ്റിസൺഷിപ്പ് വിത്തൗട്ട് റൈറ്റ്സ് എന്നൊരു അവസ്ഥയുണ്ട്. അതാണ് ഹസീനയ്ക്ക് കീഴിൽ ബംഗ്ലാദേശിൽ സംഭവിച്ചത്. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദിക്ക് ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു. 1984 സിഖ് വിരുദ്ധ കലാപത്തിന് ശേഷം രാജ്യവിന് ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു. സുശക്തമായൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടെന്നുള്ളതും ജനാധിപത്യം കൂമടഞ്ഞു പോയിട്ടില്ലെന്നതും കൊണ്ടാണിത്. അക്രമങ്ങളിലൂടെയും ഉടമ്പടി വിചാരണകളിലൂടെയുമല്ല ജനാധിപത്യ രാജ്യങ്ങളിൽ നീതി നിറവേറ്റപ്പെടുന്നത്. അതിനൊരു നിയമവ്യവസ്ഥയും നടപടിക്രമങ്ങളുമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയ ജനതാ സർക്കാർ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യക്ക് പിന്നാലെ പട്ടാളത്തെയും പോലീസിനെയും പറഞ്ഞയച്ചില്ല. ഏകാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനാധിപത്യമല്ലാത്ത ഇടങ്ങളിൽ അതല്ല അവസ്ഥ. കാട്ടുനീതിയുടെ വിളനിലങ്ങളായിരിക്കും ഈ രാജ്യങ്ങൾ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ എത്രമാത്രം കരുതലോടെയും വിവേകത്തോടെയുമാണ് വോട്ട് ചെയ്തതെന്ന് നമുക്ക് മറക്കാനാവില്ല. എല്ലാത്തിനും മീതെ താനെന്ന് കരുതിയ ഒരു ഭരണാധികാരിയോടാണ് ഒന്ന് നിലത്തേക്കിറങ്ങൂ എന്ന് ഇന്ത്യൻ ജനത പറഞ്ഞത്. ജനങ്ങളെ പേടിപ്പിക്കുന്ന ഭരണാധികാരികൾക്ക് പോലീസിനും പട്ടാളത്തിനും വിധേയരാവാതെ നിവൃത്തിയില്ല. ജനങ്ങളല്ല പട്ടാളവും അധികാരവുമാണ് തങ്ങളെ സംരക്ഷിക്കുന്നതെന്നും നിലനിർത്തുന്നതെന്നുള്ള മിഥ്യാധാരണയാണ് ഇവരെ നയിക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ പരമാധികാരിയായിരുന്ന സ്റ്റാലിനെ കുറിച്ചുള്ള ഒരു തമാശ കൗതുകകരമാണ്. ജോർജിയയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ പുകവലിക്കുന്ന പൈപ്പ് കാണാതായതായി സ്റ്റാലിൻ മനസ്സിലാക്കുന്നു. രഹസ്യ പോലീസ് മേധാവി ബെറിയെ വിളിച്ച് സ്റ്റാലിൻ സംഗതി പറയുന്നു. പ്രതിനിധി സംഘത്തെ ഉടനെ ചോദ്യം ചെയ്യുമെന്ന് ബെറിയ സ്റ്റാലിന് ഉറപ്പും നൽകുന്നു. കാണാതായ പൈപ്പ് തന്റെ മേശയുടെ അടിയിൽ നിന്ന് കുറച്ച് സമയത്തിന് ശേഷം സ്റ്റാലിൻ സ്വയം കണ്ടെത്തുന്നു. പൈപ്പ് തിരിച്ചു കിട്ടിയ കാര്യം സ്റ്റാലിൻ ബെറിയോട് പറയുന്നു. എന്നാൽ വൈകിപ്പോയെന്നും നടക്കേണ്ടത് നടന്നു കഴിഞ്ഞുവെന്നുമായിരുന്നു ബെറിയയുടെ മറുപടി. പ്രതിനിധി സംഘത്തിലെ 10 പേരെയും ചോദ്യം ചെയ്യുവാൻ കസ്റ്റഡിയിലെടുത്തിരുന്നുവെന്ന് ബെറിയ സ്റ്റാലിനോട് പറയുന്നു. പൈപ്പ് തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് അവരെ മോചിപ്പിക്കാമെന്ന് സ്റ്റാലിൻ പറയുമ്പോൾ ബെറിയയുടെ മറുപടി ഇതാണ്: അത് സാധ്യമാവില്ല. എന്തുകൊണ്ട് അവരെ മോചിപ്പിച്ചുകൂടാ എന്ന് സ്റ്റാലിൻ വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ ബെറിയ പറയുന്ന മറുപടിയിൽ നിതാന്ത പേടിയിൽ കഴിഞ്ഞുകൂടുന്ന ഏകാധിപതികളുടെ കിങ്കരന്മാരുടെ നേർചിത്രമുണ്ട്. 10 പേരിൽ 5 പേർ ചോദ്യം ചെയ്യലിനിടയിൽ മരിച്ചു. ബാക്കി 5 പേർ കുറ്റം സമ്മതിച്ചു. അവരെ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. സാമാന്യ യുക്തിയും വകതിരിവും നഷ്ടപ്പെടുന്ന ഭരണകൂടങ്ങളുടെ നേർചിത്രമാണിത്. ഹസീനയ്ക്ക് സംഭവിച്ചത് ഈ ദുരന്തമാണ്. എല്ലാ ഏകാധിപതികളെയും കാത്തിരിക്കുന്ന ദുരന്തം. ജനിച്ചു വളർന്ന ദേശം വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നതിൽ പരം ദുരന്തം ഒരു ഭരണാധികാരിക്കും സംഭവിക്കാനില്ല. നിലവിൽ ഹസീന ഇന്ത്യയിൽ തുടരുകയാണ്. അമേരിക്കയും ബ്രിട്ടനും വരെ അവരെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ദലൈലാമ അല്ല ഷെയ്ഖ് ഹസീന. ദലൈലാമ ചൈനീസ് ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളുടെ ഒരു ഇരയായിരുന്നു. കടുത്തൊരു അനീതിയുമായി മുഖാമുഖം നിൽക്കേണ്ടി വന്നതിന്റെ ചരിത്രമുണ്ട് ദലൈലാമയ്ക്ക്. അദ്ദേഹത്തിന് അഭയം കൊടുക്കേണ്ടുന്നത് ഇന്ത്യയുടെ കടമയും ധർമ്മവുമായിരുന്നു. എന്നാൽ ഷെയ്ഖ് ഹസീന പ്രതികൂട്ടിൽ നിൽക്കുന്ന നേതാവാണ്. ജനാധിപത്യത്തിന്റെ എതിർചേരിയിലായിരുന്നു അവരുടെ കരുനീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആനന്ദകരമായ അവസ്ഥയല്ല. അഭയം തേടി ഒരാളെത്തുമ്പോൾ പുറന്തരിഞ്ഞു നിൽക്കുക എന്നത് മര്യാദകേടാണ്. പക്ഷേ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഹസീന മറ്റൊരിടത്തേക്ക് പോകും എന്ന ധാരണയിലാവാം ഇന്ത്യ ഹസീനയെ സ്വീകരിച്ചത്.
ഇനിയിപ്പോൾ ഹസീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന് നയതന്ത്ര തലത്തിൽ ശരിക്കും തലവേദനയായി മാറും. ബംഗ്ലാദേശിന്റെ യാത്ര എങ്ങോട്ടാണ് എന്നതിൽ ഇപ്പോൾ വലിയ വ്യക്തതയില്ല. ആശ്വാസമേകുന്ന ഒരു കാര്യം, നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് താൽക്കാലിക ഭരണകൂടത്തിൽ നിർണായക സ്ഥാനത്തുണ്ടാവും എന്നതാണ്. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് യൂനുസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മതത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ മതത്തിന് ആ രാജ്യത്തെ ഒന്നിച്ചു നിർത്തുവാനായില്ല. 1971 ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രത്തിന്റെ പിറവി സ്വാതന്ത്ര്യവും ജനാധിപത്യവും ജനങ്ങൾക്ക് മതത്തേക്കാൾ വലുതാണെന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു. സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടി അധികാരത്തിലെത്തിയ ഹസീന അതേ വഴിയിലേക്ക് നീങ്ങുകയും അധികാരത്താൽ ഉന്മത്തയാകുകയും ചെയ്തതിന്റെ ചരിത്രം ജനാധിപത്യ വിശ്വാസികൾക്ക് എന്നും ഒരു പാഠമാവണം. ജനങ്ങളെ ഒരിക്കലും വില കുറച്ച് കാണരുത് എന്ന വലിയ സന്ദേശവും ബംഗ്ലാദേശ് നൽകുന്നുണ്ട്. ജനാധിപത്യത്തിൽ ബ്ലാങ്ക് ചെക്കുകളില്ല. ഓരോ ഭരണാധികാരിയും സ്വന്തം തലക്കുറി സ്വയം എഴുതുകയാണ്. നെഹ്റുവും നെൽസൺ മണ്ടേലയുമാകുക എന്നത് എളുപ്പമുള്ള സംഗതിയല്ലെന്നും സ്റ്റാലിനും മാവോയും മുസോളിനിയും ഹിറ്റ്ലറും ഖദാഫിയും ഒക്കെ അവസാനിക്കുന്ന അധ്യായങ്ങളല്ലെന്നും ഹസീനയുടെ ഈ പതനം വിളിച്ചു പറയുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.